തിരുവനന്തപുരം കല്ലടിമുഖത്തിൽ വൃദ്ധസദനത്തിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച അപകടം 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. ഉമേഷ് ബാലകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. ഉമേഷ്, വൃദ്ധസദനത്തിലുള്ള ആളുകളൊക്കെ സുരക്ഷിതരാണോ? എവിടെയാണ്? ഈ അടുക്കളയിലാണോ ഈ പൊട്ടിത്തെറി ഉണ്ടായത്? ഗോകുൽ, വലിയൊരു അപകടമാണ് തലനരയ്ക്ക് ഒഴിവായത്. കല്ലടിമുഖം സായാഹ്ന വൃദ്ധസദനത്തിൽ നിന്ന് രാവിലെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. അടുക്കളയിൽ രാവിലെ പാചകം ചെയ്യാൻ വേണ്ടി ജീവനക്കാരെത്തി ഗ്യാസ് തുറന്നപ്പോൾ ഗ്യാസ് കത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് തീപിടുത്തമുണ്ടായത്. ഉടൻ തന്നെ മറ്റൊരു സഹായി, അതായത് മായ എന്ന ജീവനക്കാരിയാണ് ഗ്യാസ് കത്തിക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് തീപിടുത്തമുണ്ടായത്. തൊട്ട് അവിടെ ഉണ്ടായിരുന്ന രാജീവ് എന്ന മറ്റൊരു ജീവനക്കാരൻ ഓടിയെത്തി ഈ തീ അണയ്ക്കുകയും ചെയ്തു. എന്തായാലും വലിയൊരു ശബ്ദത്തോടു കൂടി ആണ് ഈ പൊട്ടിത്തെറി ഉണ്ടായത്. 41 വൃദ്ധർ അവിടെ ഇൻമേറ്റ്സ് ആയിട്ടുണ്ട്. അവർ പലരും കിടപ്പ് രോഗികളെല്ലാമാണ്. എന്തായാലും ഈ സംഭവം അപ്പോൾ തന്നെ തീ അണയ്ക്കുകയും ഉടൻ ഇൻമേറ്റ്സ് ആയ എല്ലാവരെയും പുറത്തേക്ക് എത്തിച്ച് സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്തു. എന്തായാലും താൽക്കാലികമായി വലിയൊരു അപകടം ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ഗുരുതരമായ പരിക്കല്ല, അവർക്ക് പ്രാഥമിക ചികിത്സ നൽകി വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. ഗോകുൽ, ശരി. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഏതായാലും വൃദ്ധസദനത്തിലെ അന്തേവാസികൾക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2 ജീവനക്കാർക്കാണ് പരിക്കേറ്റത്. അടുക്കളയിൽ നിന്നാണ് ഈ ഗ്യാസ് പൊട്ടിത്തെറിച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.